ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിംഗ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്നും പറയുന്ന പോലെ ഒരു പുതിയ NBFC കുറിച്ചാണ് എന്താ പറയുന്നത് 99% അപ്രൂവൽ റേറ്റ് ഉള്ള ഒരു കിടിലം NBFC കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് ലോൺ ആപ്പുകൾ NBFCകൾ ഈ ഒരു 2-3 മാസത്തിനിടയിൽ ഒരുപാട് പുതിയ ആപ്പുകൾ എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം RBI അപ്രൂവ്ഡ് ഉള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോവിഡിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും സിബിൽ സ്കോറിന് ഗണ്യമായ കുറവുകൾ വന്നിട്ടുണ്ട്. അത് നമ്മളുടേതായ കാരണം കൊണ്ടല്ല, മറ്റു ചില ഇഷ്യൂസും സാമ്പത്തിക ടൈറ്റുകളും കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാണ് പുതിയ പുതിയ ആപ്പുകൾ പോവുകയും ചെയ്തിരിക്കുന്നത്. സിബിൽ സ്കോർ ഉള്ളവർക്ക് അല്ലെങ്കിൽ സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോറിൽ ലോൺ ചെയ്യുന്നത്, സാലറി ഏറ്റവും കുറഞ്ഞ ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നത്, എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് ലോൺ കൊടുക്കുന്നു, അങ്ങനെ പല പല NBFCസും ഇപ്പോൾ എന്താ പറയുന്നത് ഇങ്ങനെ റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരം ആൾക്കാർ ചോദിക്കാനുള്ള കുറേ ആപ്പുകൾ പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട്. സാർ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ RBI അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ എന്താ പറയുക ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ല, ഇത് റിയൽ ആപ്പ് തന്നെയാണ്. RBI അപ്രൂവ്ഡ് ഉള്ള റിയൽ ആപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും 5000 രൂപ മുതൽ 75,000 രൂപ, അവർ 1 ലക്ഷമാണ് പറയുന്നത്. അപ്പൊ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. 75,000 രൂപ വരെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അല്ലെങ്കിൽ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് ഡിസ്പേഴ്സൽ ആണ്. അക്കൗണ്ടിൽ വേറെ ഭാരമായ പ്രൊസീജിയേഴ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കിടിലം ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഇതിന് സാധാരണ ഡോക്യുമെന്റ് വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ആപ്പ് പറയുന്ന മുമ്പേ ചില ആൾക്കാർ പെട്ടെന്ന് പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സിബിൽ പോകും. ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപ മുതൽ 75,000 രൂപ വരെ ലോൺ കിട്ടും. 100% ഡിജിറ്റൽ പ്രോസസ് ആണ്. വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനി കാലാവധി 1 വർഷം മുതൽ 12 മാസം വരെയാണ് ഇതിന്റെ കാലാവധി. ഇൻട്രസ്റ്റ് റേറ്റ് 3% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. മറ്റ് ഫ്ലെക്സിബിൾ EMI ഓപ്ഷൻസ് എല്ലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവർ പറയുന്നത് 500 സിബിൽ സ്കോർ ഉള്ളവർക്ക് വരെ അവർ ലോൺ കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ ഇൻഫർമേഷൻ മീൻസ് അവരുടെ ആ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 10-25ഓളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിബിൽ സ്കോർ കുറവായിരുന്നു ഞങ്ങൾക്ക്, അപ്പോൾ എനിക്ക് ഇന്ന സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന NBFCയിൽ നിന്ന് ലോൺ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ 500 സിബിൽ സ്കോർ എന്ന് പറഞ്ഞ ആ ഒരു തംബ്നെയിലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ കസ്റ്റമർ കെയർ നമ്പർ കൂടി ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള NBFCകൾ ഇപ്പോൾ മണിവ്യൂ ആയിക്കോട്ടെ, ട്രൂ ബാലൻസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ആപ്പ് ആയിക്കോട്ടെ, നമ്മൾ ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. ഓക്കെ, കാരണം ഇവർ വേണമോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറയുന്നത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് റൂഡാകുക, ചോദിക്കുന്നതിന്റെ അടുത്ത് പോലും വരാത്ത ആൻസേഴ്സ് ആണ് അവർ തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള NBFCയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. പക്ഷെ അല്ലാതെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടോ കേട്ടോ, നമ്മുടെ ഈ ബാങ്കിന്റെ ഒക്കെ HDFC, ICICI, SBI അങ്ങനെയുള്ള സൂപ്പർ കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഡിജിറ്റലി നമുക്ക് കിട്ടുന്ന ആപ്പിന്റെ കസ്റ്റമർ കെയർസ് എല്ലാം എന്താ പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡൾ പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് തന്നെയായാലും അവരുടെ നമ്പർ, കസ്റ്റമർ കെയർ നമ്പർ ഞാൻ മീൻസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ അറൗണ്ട് ഒരു 4.5 റിവ്യൂ ഉള്ള നല്ലൊരു NBFC ആണ്. നിങ്ങൾ ആ റിവ്യൂ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് കരുതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞെന്ന് കരുതിയോ നിങ്ങൾ ഓടിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട, റിവ്യൂ ഒക്കെ വായിച്ചു നോക്കി നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾ വന്നാൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക, അല്ലാതെ വെറുതെ ലോൺ എടുത്ത് കൂട്ടി ആകെ ബുദ്ധിമുട്ടാക്കരുത്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ആദ്യമേ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ പിൻകോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമയം മെനക്കെടുത്തി അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മിക്ക സിറ്റികളിലും അവർ അവൈലബിൾ ആണെന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ പിൻകോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക കിട്ടുന്ന തരത്തിലുള്ള ഈവൻ നമ്മൾ ഒരുപാട് EMI ഡ്യൂ വരുത്തിയാൽ പോലും നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു NBFC വരുന്ന ഒരു പുതിയ അറിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അത് വരും വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സിവിൽ ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ പെൻഷൻ മേടിക്കുന്നവർക്ക്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ പെൻഷൻ മേടിക്കുന്ന അങ്ങനെ അധികം ആരും ഇല്ലെന്നാണ് തോന്നുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു ഒരുപാട് പിന്നെ ലോൺസ് ഉള്ളവർക്ക് കിട്ടുന്ന NBFC, അങ്ങനെ ഒരുപാട് NBFCകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ തുടരെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.